ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അമരക്കായ വെച്ചിട്ടൊരു ഉപ്പേരി, ഒരു മെഴുക്കുപുരട്ടി എന്നൊക്കെ പറയാം. ആ ഒരു സ്റ്റൈലിലെ ഒരു ഉപ്പേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും നാരുണ്ടാവും. അപ്പോൾ ആ നാരൊക്കെ ഒന്ന് കീറിക്കളയാം. അതിന് ശേഷം പൊളിച്ചെടുക്കുക. പൊളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും പൊളിച്ചിട്ട് അരിയണതാവും നല്ലത്, അല്ലെങ്കിൽ ഇതുപോലെ കേടൊക്കെ ഉണ്ടാവും. ഇതിലിപ്പോൾ പുഴുവൊന്നും കാണാനില്ല, പക്ഷേ പുഴു പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ നല്ല അമരക്കായാണ് വെച്ചെങ്കിലും നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ അപ്പോൾ പുഴുവും അതിൽ പെടും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പൊളിച്ച് നോക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അമരക്കായൊക്കെ അരിഞ്ഞിട്ട് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി വാരിയെടുക്കുക. അതിനുശേഷം ഞാൻ ഒരു പാൻ അടപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒരു 6 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സവോള, വലിയ സവോളയാണ്, അതൊന്ന് കൊത്തി അരിഞ്ഞിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ്. ഒരു 8 അല്ലി വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ ഒരു 10 പച്ചമുളകും കൂടിയിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കറിവേപ്പില ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനതിലേക്ക് ഒരു 3 ടീസ്പൂണ് നമ്മുടെ വറ്റൽമുളകില്ലേ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തീരെ എരിവ് കുറഞ്ഞ വറ്റൽമുളകായിരുന്നു. അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഈ ഉള്ളി, വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ മുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അമരക്കായ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുളകൊക്കെ സവോളയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിക്കണ വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതൊന്ന് മൂടി വെക്കുന്നുണ്ട്. വെള്ളം ഞാൻ തീരെ ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അമരക്കായയിൽ വെള്ളം ഉണ്ടാവും. നമ്മൾ കഴുകി വാരിയിട്ട് ഇടുമ്പോൾ തന്നെ അതിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഇതൊന്ന് വെന്ത് എടുക്കണത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് തുറന്നു നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അമരക്കായ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അമരക്കായ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അമരക്കായ തോരൻ വെക്കാം, അതുപോലെ തന്നെ ഇതുപോലെ മെഴുക്കുപുരട്ടി ഉപ്പേരിയൊക്കെ ആയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു.